കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ യെശയ്യാ പ്രവാചക പുസ്തകത്തിലെ 6 മുതൽ 14 തിരുവചനങ്ങളിൽ നിന്ന് വായിച്ച് ധ്യാനിക്കണം. അതിമനോഹരമായ ഒരു വചനമാണ്. നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഉള്ള സ്ഥാനങ്ങളിൽ പോകാൻ തീർച്ചയായും ദൈവം അനുവദിക്കും, ഒരു പണവും കൂടാതെ. യാക്കോബിൻ്റെ ഓഹരിയുണ്ട് നിങ്ങളെ പരിപാലിക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യാക്കോബിൻ്റെ കിട്ടാനും ഇതിൻ്റെ തലമുറകളെ രക്ഷപ്പെടാനുമായിട്ടുള്ളൊരു മനോഹരമായ വചനമാണിത്. ഞാനത് നിങ്ങളോട് വായിക്കാം. നിന്റെ പുരാതന നഷ്ടഇഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ നീ പണിതു കീർത്തും. ഒഴിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുമെന്നും ഭവനങ്ങൾ കേടുപോകുന്നതിനെന്നും നീ വിളിക്കപ്പെടും. ശാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ എൻ്റെ വിശുദ്ധ ദിനത്തെ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. ശാപത്തിന് സന്തോഷകരമായും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴികളോട് നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളോട് തന്നെ ഞാൻ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരിയോട് നീ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ധരണി ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന കർത്താവേ. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ നിങ്ങൾ ആ വചനം തീക്ഷ്ണമായിട്ട് വായിക്കുക. 6 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ 58 വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സ്വരം കേൾക്കുക. തീർച്ചയായും നിങ്ങൾ ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളുടെ സവാരി ചെയ്യിക്കുമെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന കർത്താവേ. നന്ദി, മഹത്വം, മഹത്വം, എല്ലാ മഹത്വവും അങ്ങേക്ക്. താങ്ക് യു.